ഹലോ നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ ബീറ്റ് പെട്രോളാണ്. ഞാൻ ഡീസൽ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. ബീറ്റ് ഇതിൻ്റെ പെട്രോളിൽ നിങ്ങൾക്ക് മെയിൻ്റെനൻസോ കാര്യങ്ങളോ അറിയണമെങ്കിൽ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒരു പകുതിക്ക് ശേഷം കണ്ടാൽ മതി. ജസ്റ്റ് ഒരു ഓവറോൾ വ്യൂവും ഇതിൻ്റെ വേരിയൻറ്റ് വന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടിയിലോട്ട് കയറാം. വണ്ടി ബീറ്റ് പെട്രോളും ഡീസലും തമ്മിൽ യാതൊരു മാറ്റമില്ല. ലുക്ക് വൈസിൽ യാതൊരു മാറ്റമില്ലാത്ത വണ്ടിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊന്നും അപ്പോൾ യാതൊരു മാറ്റമില്ല. ഇത് അലോയ് വീലൊക്കെ കയറ്റി എക്സ്ട്രാ കയറ്റി വണ്ടിയാണ്. ഇത് LS ആണ്. ഇത് LS അല്ല, LT ഓപ്ഷൻ ബാക്കിലാണ് അലോയ് വീൽ വരിക. അത് ഇത് 185, 65, 14 സൈസാണ്. ഇത് 14 സൈസ് തന്നെ ടയറാണ് വരിക. ഇതിനകത്ത് കമ്പനി വരുമ്പോഴും ഇത് 165, 60, 14 സൈസ് അങ്ങനെയാണ് കമ്പനി വരുമ്പോൾ ടയർ വരിക. ഇത് കുറച്ച് എക്സസ് ടയർ ഇട്ടാണ്. അതുകൊണ്ട് ബേക്ക് കുറച്ച് കട്ട വെച്ച് ഹൈറ്റ് ആക്കിയിട്ടുണ്ട്. കട്ട വെച്ച് ഹൈറ്റ് ആക്കിയില്ലെങ്കിൽ ഇതിൻ്റെ റണ്ണിങ് ബോഡിക്ക് തട്ടുന്നുണ്ട് ചെറുതായിട്ട്. ഇത് കട്ട വെച്ച് കാണാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ബീറ്റ് ഡീസൽ ഫോളോ ചെയ്തു. പെട്രോളിലോട്ട് വരുമ്പോൾ എന്നാ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ ലുക്ക് വൈസും കാര്യങ്ങളും എല്ലാം ഒരേ വേരിയൻറ്റ് വന്നേക്കുന്നത്. LS, LTൻ്റെ ഓപ്ഷൻ ബാക്ക്, അതാണ് പെട്രോളിലും വന്നേക്കുന്ന വേരിയൻസ് ഒക്കെ. വേറെ വേരിയൻസിനും കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റമില്ല. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗോടെ ഒന്ന് കണ്ടിട്ട് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാം. അതിൽ ബേക്ക് ഭാഗോടെ ഒന്ന് കാണാം. ഫസ്റ്റ് ഇതിൻ്റെ ഒരു ബേക്ക് ഭാഗമൊക്കെ സാധാ ബീറ്റ് പോലെ തന്നെ. ഇത് ബീറ്റ് ഡീസൽ പോലെ തന്നെ കേട്ടോ. ബീറ്റ് പോലെ തന്നെ എന്നല്ല, ബീറ്റ് ഡീസൽ പോലെ തന്നെ. ഇത് ബേക്ക് എൻ്റെ ബമ്പറിൻ്റെ താഴെയുള്ള ഈ റെഡ് പീസൊക്കെ ഒരു പെയിന്റ് അടിച്ചാണ്. എക്സ്ട്രാ ഒരു സ്പോയിലർ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഇതൊരു സ്പോയിലറാണ്. ശരിക്കും ഈ കാണുന്നൊരു സ്പോയിലറാണ്. അത് ശരിക്കും അവർ മാറ്റിയിട്ടില്ല, കമ്പനി വരുന്ന തന്നെ. അതിൻ്റെ മേളിൽ എക്സ്ട്രാ ആയിട്ടൊരു എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരു സ്പോയിലർ വണ്ടീൻ്റെ അടുത്ത് കയറ്റിയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല രസമുണ്ട്. ജസ്റ്റ് നല്ല വർക്കൊക്കെ എടുത്ത് നൈസായിട്ട് കിടക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ഡിക്കി സ്പേസും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഡിക്കി സ്പേസ് ഒന്നും പറയാനില്ല, പക്ക നമ്മൾ ബീറ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ഉപയോഗത്തിന് പറ്റിയ ചെറിയൊരു ടൗൺ യൂസും കാര്യങ്ങളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അത്യാവശ്യം വലിയ ഡിക്കി സ്പേസ് എന്ന് പറയാനൊന്നുമില്ല. ഡിക്കി സ്പേസ് ഒക്കെ തീരെ കുറവേ ഉള്ളൂ. ഒരു 2 ബാഗൊക്കെ ചെറിയ ബാഗൊക്കെ വെച്ച് പോവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ വലിയ സംഭവമായിട്ടൊന്നുമില്ല. ബീറ്റ് ഡീസലും പെട്രോളും തമ്മിലുള്ള മാറ്റങ്ങളിൽ വേറെ സംഭവങ്ങളായിട്ടൊന്നുമില്ല. ഈ ഉൾഭാഗോടെ ഒന്ന് കണ്ടാക്കാം. ഇത് സെയിം ബീറ്റ് ഡീസലിന് കണ്ടോ തന്നെ ഡോർ പാടേന്നൊരു സിൽവർ ക്രോം കയറിയിട്ട് ഇതിനകത്ത് ഡാഷ്ബോർഡിൽ കയറുന്ന ടൈപ്പാണ്. ഇത് സെൻറ്ററൊക്കെ സിൽവർ ക്രോമാണ്. ഇവർ ഇത് റെഡ് അടിച്ചായിരുന്നു തോന്നുന്നു, ചെറുതായിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾഭാഗമൊക്കെ. അത്യാവശ്യം ഇവിടെ 2 സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ വെക്കാം. പിന്നെ ഡോർ പാഡിൻ്റെ അവിടെ 2 സ്പേസ്, ഇവിടെ അതേപോലത്തെ ഒരു സ്പേസ് വരുന്നുണ്ട്. അത്യാവശ്യം അതേപോലെ പിന്നെ ഗ്ലോ ബോക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു പേപ്പർ കാര്യങ്ങളൊക്കെ വെക്കാം. അങ്ങനെ ഒരു സെറ്റപ്പ്. ഇതിൻ്റെ ബേക്ക് ഭാഗത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇത് LS ആയതുകൊണ്ട് ഇലക്ട്രോണിക് പവർ ഉണ്ട്. ഇതിൻ്റെ ഓപ്പണറൊക്കെ ബീറ്റ് പോലെ തന്നെ ഇവിടെ തന്നെ കേട്ടോ. ബീറ്റ് പോലെ തന്നെ അല്ല, അത് ഞാൻ എപ്പോഴും പറയും. ബീറ്റ് പെട്രോൾ പോലെ തന്നെ, ഡീസൽ പോലെ തന്നെ പെട്രോൾ പോലെ തന്നെയാണ്. ഓക്കെ, ഇത് ഇലക്ട്രോണിക് പവർ വിൻഡോസ് അല്ല, സാധാ മാനുവലാണ്. ബേക്കിൽ ഇവിടെ ഒരു ചെറിയൊരു സ്പേസേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഡിക്കി സ്പേസ് ഇതിന് പറ്റ കുറവാണ്. ശരിക്കും ഡിക്കി സ്പേസ്, ബാക്കി ഉള്ളിലുള്ള ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സാധാരണ വണ്ടികളെയൊക്കെ അപേക്ഷിച്ച്, ഒരു ഹാഷ് ബാക്ക് വണ്ടികളെയൊക്കെ അപേക്ഷിച്ച് ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ആ സ്ഥലം കുറച്ചുകൂടെ കൂടുതലുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഏകദേശം നോക്കിയിട്ട് ബീറ്റ് ഡീസലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവുണ്ട് പെട്രോളിന്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമുള്ളൊരു മീറ്റർ ബോർഡാണ്. ഡീസലിന് കണ്ട അതേ മീറ്റർ ബോർഡ് തന്നെയാണ് പെട്രോളും വരുന്നത്. RPM മീറ്റർ, സ്പീഡ്, കിലോമീറ്റർ. ഇത് 34,000 ഓടി വണ്ടിയാണ്. ഇത് സർവീസിന് വന്നാണ്. ഇതിൻ്റെ സ്പീഡോമീറ്റർ, താഴെയുള്ളത് സാധാ ഓർഡിനറി ഇഗ്നിഷൻ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള. ഇതിൻ്റെ ഡാഷ്ബോർഡൊക്കെ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല വൃത്തിയാണ്, കാണാൻ നല്ല രസമാണ്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ബീറ്റിൻ്റെ ഉള്ളിൽ കയറിയാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്ററൊക്കെ ഇവിടെയായിട്ട് വരിക. പിന്നെ ഇതിനകത്ത് വന്നേക്കുന്ന വേരിയൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ LS, LTൻ്റെ ഓപ്ഷൻ ബാക്ക്. LS എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വണ്ടി 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പക്ക ബേസിക് ഉള്ളൂ. LTയിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻട്രൽ ലോക്ക് വരും, 4 ഡോർ പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ റിവേഴ്സ് വൈപ്പർ വരും, ഡീഫോഗർ വരും, പിന്നെ ഫ്രണ്ട് ഫോഗ് ലാമ്പും വരും. ഇതിന് ഫോഗ് ലാമ്പ് ശരിക്കും പറഞ്ഞാൽ ഇല്ല, ഇതിനകത്ത് എക്സ്ട്രാ കയറ്റിയ ഫോഗ് ലാമ്പ്. അത്രയൊക്കെ തന്നെയാണ്. ഫ്രണ്ട് നമ്മൾ കണ്ടാതെ ഇത് തന്നെ. LT ഓപ്ഷൻ ബാക്കിലോട്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. അതിനൊപ്പം ABS, എയർ ബാഗ് കൂടെ എക്സ്ട്രാ കയറി വരും. അത് മാത്രമേ ഉള്ളൂ LT ഓപ്ഷൻ ബാക്കിനകത്തേക്ക് വരുമ്പോൾ ഉള്ളത്. വേറെ സാധാരണ അത്ര 3 വേരിയൻ്റാണ് വന്നിട്ടുള്ളൂ. അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് 2014 വണ്ടിയാണ്. അത്യാവശ്യം കാര്യങ്ങൾ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 2014 LT ഒക്കെ എടുക്കുകയാണെങ്കിൽ എനിക്ക് നോക്കിയിട്ട് ഒരു 1-1.5 ലക്ഷം റുപ്യ, ഒരു 1.40 to 1.5 വരെ കൊടുക്കാം നമുക്ക്. 2014 വണ്ടിയൊക്കെ ആണെങ്കിൽ, ഒരു LT വണ്ടിയാണെങ്കിലും ഇതിൻ്റെ ബേസ് ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഏത് വേരിയൻറ്റ് വന്നാലും ശരിക്കും പറഞ്ഞാൽ ബേസ് ഓപ്ഷൻ എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ബേസ് ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒരു പക്ക ഒരു ബേക്ക് വൈൻഡറില്ല, പിന്നെ ഡീഫോഗർ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു അത്യാവശ്യകതയാണല്ലോ. അപ്പോൾ ബേസ് ഓപ്ഷൻ നല്ല ഒരു മിഡിൽ ഓപ്ഷൻ എടുക്കുക. ഒരു LT വണ്ടിക്കൊക്കെയാണ് ഒരു 1.5 വരെ മാക്സിമം നമുക്ക് കൊടുക്കുക. അത്രത്തിന് നല്ലൊരു വണ്ടി കിട്ടും. അത്യാവശ്യം ഒതുങ്ങിയൊരു നൈസ് വണ്ടി കിട്ടും. നല്ലൊരു വണ്ടി കിട്ടും. പിന്നെ വേറെ എന്താ പറയുക, ഇതിന് മെയിൻ്റെനൻസ് വൈസിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 1200 cc ഉള്ള
അത്യാവശ്യം 4 സിലിണ്ടറിൽ വരുന്നൊരു എഞ്ചിനാണ്. അതായത് ബീറ്റ് ഡീസലിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 സിലിണ്ടർ എഞ്ചിനുമാണ്. 1000 cc ഉള്ളിലേ വരുന്നുള്ളൂ. പക്ഷേ ബീറ്റ് ഡീസലിന് അത്യാവശ്യം മൈലേജ് വരുന്നുണ്ട്. 24-25 കിലോമീറ്റർ ഓൺ റോഡ് നമുക്ക് ബീറ്റ് ഡീസലിന് മൈലേജ് കിട്ടും. ഇതിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 to 18 വരെ മാക്സിമം അത്ര കിട്ടുള്ളൂ. 18 കൂടുതലൊന്നും ബീറ്റ് പെട്രോളിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ ഒരിക്കലും കിട്ടലുമില്ല. ഇനി മെയിനായിട്ട് വരുന്ന മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് വരൽ കൂടുതലും ഇതിൻ്റെ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ, അതായത് ഒന്നിന് മേളിലോട്ടൊക്കെ ഓടിക്കഴിഞ്ഞാൽ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടർ കംപ്ലൈൻറ്റ് ആയിട്ടില്ല. അത് ഇൻഡസ്ട്രിയിൽ കൊടുത്ത് അത് നമ്മൾ പണിയൊക്കെ എടുത്ത് വരുമ്പോൾ ഒരു 5-8 രൂപയോളം ഇൻഡസ്ട്രി ചാർജും എല്ലാം കൂടെ പണിയെടുത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ പവർ സ്റ്റിയറിങ്ങിൻ്റെ മോട്ടറല്ല സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ വരലുണ്ട്. മോട്ടർ അങ്ങനെ കംപ്ലൈൻറ്റ് ആവില്ല. ഇത് അതിൻ്റെ മോട്ടർ അങ്ങനെ കംപ്ലൈൻറ്റ് ആവില്ല, അപൂർവമായിട്ടുള്ളൂ. പിന്നെ ഷോക്കിനൊക്കെ ഏകദേശം ഒരു 2400 രൂപ ആ റേഞ്ച് സ്റ്റോക്കിന് വരും. ലോവറാമിനൊക്കെ ആണെങ്കിൽ ഒരു 1200 രൂപ ആ റേഞ്ച് അസംബ്ലിക്ക് വരുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അസംബ്ലി അധികം പോവല്ലേ, ഇതിന് ബുഷേ പോകല്ലോ. ബുഷ് അടിച്ച് മാറ്റിയാൽ മതി, വേറെ സീനൊന്നും വരലില്ല. ബുഷ് മാറ്റാനാണെങ്കിൽ 400 രൂപ കണ്ടേ വരുള്ളൂ. പിന്നെ കൂടുതലും ഇതിന് സ്റ്റഡ് മൗണ്ടാണ് പോകൽ കാണല്. ഷോക്കിനൊക്കെ അത്യാവശ്യം നല്ല ലൈഫുള്ള ഷോക്കാണ്. ഗ്യാസ് ബില്ലിൻ്റെ ഷോക്ക് അതിന് വരിക. വേറെ ഇപ്പോൾ റെഗുലറായിട്ട് വരൽ ഇലക്ട്രോണിക് പരമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഈ കോയിൽ പോകലുണ്ട്. ഒരു മിസ്സിങ് കാണിക്കുന്ന ഈ കോയിൽ പോയൊരു മിസ്സിങ് കാണിക്കുന്നുണ്ട്. അതിനാണ് 5900 രൂപ വിലയുണ്ട്. വേറെ ത്രോട്ടിൽ ബോഡിയോ കാര്യങ്ങളോ, ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി ഇതാട്ടോ, ത്രോട്ടിൽ ബോഡിയോ കാര്യങ്ങളോ ഒന്നും കംപ്ലൈൻറ്റ് വരില്ല. പിന്നെ പ്ലഗ് പോയി കഴിഞ്ഞാൽ ഈ സാധനം മൊത്തം അയച്ചിട്ട് വേണം ഇതിനുള്ളിലാണ് പ്ലഗ് വരിക. അത് മാറ്റാൻ ഇതിൻ്റെ കോഡ് വയറും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പൊതു പാസ് ചെയ്യുന്ന ടൈപ്പാണ്. വേറെ വലിയ മെയിൻ്റെനൻസ് പരമായിട്ട് ബീറ്റിന് വളരെ കുറവാണ്. സത്യത്തിൽ സസ്പെൻഷൻ്റെ സാധനങ്ങളല്ലാണ്ട് ഇലക്ട്രോണിക് പരമായിട്ട് ഈ കോയിലും പോകലുണ്ട് ഇടയ്ക്ക്. അതല്ലാണ്ട് വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. 1 ലക്ഷത്തിന് മേളിലോട്ട് ഒരു 1.5 കോടി വണ്ടിക്കാണ് നമ്മൾ ഇതുവരെ സ്റ്റിയറിംഗ് ബോക്സ് കംപ്ലൈൻറ്റ് കണ്ടിട്ടുള്ളത്. ക്ലച്ചൊക്കെ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ക്ലച്ച് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ക്ലച്ച് അല്ല, ബീറ്റ് ഡീസലിൽ കണ്ട ഓയിൽ ക്ലച്ചാണ്. ഇതിന് സാധാ കേബിള് വരുന്നത്. കുറച്ച് ടൈറ്റ് കൂടുതലും കാര്യങ്ങളൊക്കെ വരലുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും എല്ലാം കൂടെ മാറ്റുന്നതിന് ഒരു 10,000 രൂപയോളം ഇതിന് വില വരും. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലി ഉണ്ട്. ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒക്കെ മാറ്റി വരുന്നത് 4-5 രൂപയോളം എന്താണ് വില വരുന്നുണ്ട്. വേറെ അങ്ങനെ വലിയ മേജർ കേസുകളൊന്നും വരില്ല. അത്യാവശ്യം ഒരു നോർമലി ഉള്ള കേസുകളൊക്കെ തന്നെ വരലുള്ളൂ മെയിൻ്റെനൻസ് വൈസിൽ കേട്ടോ. വേറെ ഇപ്പം എന്താ ബീറ്റിൻ്റെ കേസുകൾ, ഒരുപ്പെട്ട കേസൊക്കെ അത്ര തന്നെ മെയിൻ്റെനൻസ് വരുള്ളൂ. പിന്നെ ഒരു 14 വണ്ടി LT വണ്ടിയൊക്കെയാണ് ഒരു 1.5 റുപ്യക്ക് LT വണ്ടിയും കിട്ടും. അത്യാവശ്യം ഓപ്ഷൻസും ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് വലിയ കുഴപ്പമില്ല. മാർക്കറ്റ് വില വെച്ചിട്ട് ഇപ്പോൾ ഇത്ര ഓപ്ഷൻസൊക്കെ ഉള്ളൊരു വണ്ടി എടുക്കണമെങ്കിൽ മാരുതിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 2 മുകളിലോട്ട് വില കൊടുക്കേണ്ടി വരും. ഇത്രയും ചെറിയ ഹാഷ് ബാക്ക് വണ്ടിയിൽ വന്നതിൽ മാരുതിൻ്റെ ഒക്കെ ഒരു വണ്ടി എടുക്കാൻ 2-2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചോടെ കൊടുക്കണം. അത് വെച്ച് നോക്കുമ്പോൾ ബീറ്റ് പെട്രോൾ അത്യാവശ്യം ഒരു ഗോൾഡൻ ചാൻസ് വണ്ടിയാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ മെയിൻ്റെനൻസും കാര്യങ്ങളുമില്ല. മൈലേജ് കുറച്ച് കമ്മിയാണ് താരതമ്യേന. ഇപ്പോൾ വരുന്ന VVT എഞ്ചിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് കംപ്ലൈൻറ്റ് മൈലേജ് കുറവാണ്. അതായത് സ്വിഫ്റ്റും റിക്സും ഒക്കെ ശരിക്കും പറഞ്ഞാൽ 18+ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതൊരു 18 വരെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി, അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. മൈലേജ് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് വേറൊരു വണ്ടി എടുക്കാം. ബാക്കി മെയിൻ്റെനൻസ് പരമായിട്ട് മാറി വരില്ല. പിന്നെ സാധനങ്ങൾക്ക് സ്പെയറുകൾക്ക് കുറച്ച് വില കൂടുതലാണ്, അതല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഓക്കെ, ബീറ്റ് പെട്രോളിൻ്റെ കേസ് ഒരുവിധപ്പെട്ട കേസൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ, താങ്ക് യു.